PR കമ്പനിയെ പറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മൗനം തുടരുകയാണ്. മുഖ്യമന്ത്രിക്ക് PR വക ആവശ്യമില്ലെന്ന് പറഞ്ഞ് പ്രതിരോധം തീർക്കുകയാണ് മന്ത്രിമാർ. പാർട്ടി മുഖപത്രത്തിലെ ഹിന്ദു ഖേദപ്രകടനത്തിൽ PR ഏജൻസിയെക്കുറിച്ചുള്ള ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ റോഷിപാൽ നൽകും. റോഷിപാൽ, ആകെ വെട്ടിലായിരിക്കുകയാണ് പാർട്ടിയും ഒപ്പം തന്നെ സർക്കാരും. മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന്, ഒരു ദേശീയ ദിനപത്രത്തിന് അഭിമുഖം നൽകാൻ എന്നുള്ള വിവരം പുറത്തു വന്നത് അക്ഷരാർത്ഥത്തിൽ ഈ തിരുത്താവശ്യപ്പെട്ടുള്ള പ്രസ് സെക്രട്ടറിയുടെ കുറിപ്പാണ്. അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ പുറത്തേക്ക് അറിയില്ലായിരുന്നു. അത് പ്രതിപക്ഷത്തിന് വീണ്ടും കിട്ടിയ ആയുധമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഇത് പ്രതിപക്ഷം ആളിക്കത്തിക്കുക? ഋഷിപാൽ, പിന്നിൽ നിയമസഭാ സമ്മേളനം 4-ന് തുടങ്ങുകയാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെ പുതിയ ഒരു ആയുധം കൂടിയാണ് ഈ PR കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. അത് പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കവും. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഈ PR കമ്പനിക്കും ഒപ്പം ഹിന്ദു പത്രത്തിനുമെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് DGPക്ക് പരാതി നൽകിയത്. കാരണം മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ അഭിമുഖമായി പ്രസിദ്ധീകരിച്ചെങ്കിൽ ആ പത്രത്തിൻ്റെ തന്നെ വിശദീകരണത്തിലൂടെ അത് PR കമ്പനിയുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതെന്ന വിശദീകരണം. ആ വിശദീകരണം അടിസ്ഥാനമാക്കി ഇതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നടക്കം ആവശ്യം പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്നത്. ഇനി അത്തരം കാര്യങ്ങൾ PR കമ്പനിയോട് പത്രത്തിന് നൽകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഈ PR കമ്പനിക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല, നിർദ്ദേശം നൽകുന്നില്ല എന്ന ചോദ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരമോ വിശദീകരണമോ നൽകാൻ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായിട്ടില്ല. ആ വിശദീകരണത്തിന് കാത്തിരിക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭ പരമ്പരകൾക്ക് ഈ സഭാ സമ്മേളന കാലയളവിൽ UDF ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് സെക്രട്ടേറിയറ്റ്, നിയമസഭാ മാർച്ചുകളടക്കം അത് UDFിൻ്റെതുണ്ട്. ഒപ്പം UDF യുവജന സംഘടന UDYFിൻ്റെ നേതൃത്വത്തിലടക്കം അത്തരം പ്രതിഷേധ പരിപാടികളുണ്ട്. അവിടെയൊക്കെ ഇതൊരു പ്രധാന ആയുധമാകും. ഒപ്പം നിയമസഭയിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആയുധമാക്കുന്നതിനൊപ്പം ഈ വിഷയം ഉൾപ്പെടുത്തും പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ. ഓക്കെ, താങ്ക് യു. ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.